സ്വന്തം MLA എന്നൊക്കെ നാം ഫ്ലക്സുകളിൽ ചാർത്തിയ നമ്മുടെ നേതാക്കൾ നിയമസഭയിൽ തല്ലുകൂടുകയാണ്. 1ാം ക്ലാസ്സിലെ കുട്ടികൾ ഇതിലും എത്രയോ ഭേദമാണ്. കാലിന്മേൽ കാൽ കയറ്റിവെച്ച് ശുംഭനും പൊട്ടനുമൊക്കെ തുരുതുരാ ഒഴുകുകയാണ്. ശുംഭൻ വിളി പൊട്ടൻ വിളി മണ്ടൻ വിളിയോഗത്തില്ലാകെ തെറിവമ്പൻ തെറി പൊട്ടിത്തെറി കണ്ടപ്പോൾ കരുവേറ്റിലെ കണ്ണെ വിളി അഭിസാരിക കൊലവരിയായി അങ്ങുതറിയായി തെറി പൊത്തൻ കൂടെത്തെറി കൂടെ കാണും നീരസിരി ഇന്ന് അപ്പേ നമ്മുടെ നായകർ കാട്ടുന്നു മൃഗനാളിയൊക്കെ. ശുംഭൻ വിളി പൊട്ടൻ വിളി മണ്ടൻ വിളിയോഗത്തില്ലാകെ തെറിവമ്പൻ തെറി പൊട്ടിത്തെറി കണ്ടപ്പോൾ കരുവേറ്റിലെ കണ്ണെ വിളി അഭിസാരിക കൊലവരിയായി അങ്ങുതറിയായി തെറി പൊത്തൻ കൂടെത്തെറി കൂടെ കാണും നീലച്ചിരി ഇന്ന് അപ്പേ നമ്മുടെ നായകർ കാട്ടും ഗുരുമാരാണികളൊക്കെ. ഹലോ ഹലോ ഹലോ, കസ്റ്റംസ് കെയറല്ലേ? കസ്റ്റംസ് കെയറോ? അല്ല പിന്നെ എന്താ പറയാ, ഈ കസ്റ്റമർ കെയറാണ് സാർ. എന്തോ ഞാന് പറഞ്ഞോ പാപ്പ. എന്താ കുഴപ്പം? അതെ ഞാൻ ഇതിൽ കുറച്ച് പൈസ കയറ്റി നടുവേനായി നയിച്ചുണ്ടാക്കിയ പൈസയാണ് ഒരു 10-50 ഉറുപ്പിക കയറ്റി. അതിപ്പോ എന്തോ കാണാനല്ല. താങ്കളെ എങ്ങനെ പൈസ കയറ്റിയത് പറയൂ? അത് പിന്നെ അതില് ഒരു പച്ച ബട്ടണില്ലേ, അതിന്റെ അപ്പുറത്തിൽ ഇങ്ങനെ വരവരല്ലൊരു സ്വിച്ച്, അതിനാണ് ഞാൻ നെറ്റിയത്. വരവര സ്വിച്ച്. ആശോ ആശല്ല ആശാന്ന് തന്നെ പറഞ്ഞല്ലേ. ഏതായാലും ഞാൻ നെക്കി കാണാതെ പൈസ കയറ്റിയത് ഇപ്പൊ ഒന്നും കാണില്ല. പൈസ കയറില്ല, പൈസ റീഫണ്ട് കേട്ടോ. എന്ത് പറഞ്ഞാല് റീഫണ്ട് ചെയ്യാൻ തിരിച്ചു തരുമോ? ആയിക്കോട്ടെ കേട്ടോ, വല്ല ഉപകാരം. അപ്പൊ ഈ കസ്റ്റംസുകാരോണ്ട് ഓർക്ക് നന്ദിയൊക്കെ ഉണ്ടല്ലേ, ഒരു മനുഷ്യത്തല്ല ആൾക്കാരാണല്ലേ. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? പിന്നെ ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ മൊബൈലിൽ പോക്കറ്റ് മടിയിലൊക്കെ വെച്ചാ കുട്ടികളുണ്ടാവില്ല അറിഞ്ഞ ശരിയാണ്. അതൊക്കെ തമാശക്ക് ആളുകൾ പറയുന്ന വിഷയമാണ്, അസൂയക്കാര് പറയുന്നതാണല്ലേ. സാറ് നേരിട്ടാണോ? എന്ന് വെച്ചാല് കല്യാണം കഴിച്ചോ? കല്യാണം കഴിച്ചപ്പോ 12 കഴിച്ചിട്ട് 12 കൊല്ലായോ? 12 കൊല്ലായി. എത്ര കുട്ടികളുണ്ട്? കുട്ടികൾ ഇവിടെ മൊഹറം 12 കുട്ടികളുണ്ട്. 12 ആളുണ്ടോ? ഉണ്ട്. അടുത്ത നമ്പറാണ്. 4 മൊബൈൽ എപ്പോഴും യൂസ് ചെയ്ത് വേണ്ടിട്ടാ. ആശയവിനിമയ മേഖലയിലെ ആധുനികന്റെ ഉജ്ജ്വല കുതിച്ചുചാട്ടമായിരുന്നു മൊബൈൽ ഫോണുകൾ. മനുഷ്യജീവിതത്തിലെ ഒരു പ്രധാന ഘടകമായി തീർന്ന മൊബൈൽ ഫോണുകൾ പക്ഷേ അത്യാവശ്യങ്ങൾ മറന്ന് അനാവശ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അശ്ലീലതയുടെയും അസാംസ്കാരികതകളുടെയും കൂത്തരങ്ങായി ഇന്നത് മാറിയിരിക്കുന്നു. കുഞ്ഞുങ്ങൾ പോലും ബിസിയായിക്കൊണ്ടിരിക്കുന്ന കാലം നാം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. താത്തയട്ടൽ വോഡാഫോണും ഐഡിയയും വീഡാഫോണും സൽക്കണക്ഷൻ കത്തിത്തരുന്നേ. താത്തയട്ടൽ വോഡാഫോണും ഐഡിയയും വീഡാഫോണും സൽക്കണക്ഷൻ കത്തിത്തരുന്നേ. ഒരു സിംഹടുക്കഥ അമ്രോമനെ, ഒരു സിംഹടുക്കഥ അമ്രോമനെ, ഒരു പാട്ട് സമസ്യരിക്കും. താത്തയട്ടൽ വോഡാഫോണും ഐഡിയയും വീഡാഫോണും സൽക്കണക്ഷൻ കത്തിത്തരുന്നേ. കാട്ടയട്ടൽ വോഡാഫോണും ഐഡിയയും വീഡാഫോണും സൽക്കണക്ഷൻ കത്തിത്തരുന്നേ. ഞാൻ വിഷയം പറയട്ടെ. അതല്ല ചെറിയ ചോറിന് പറഞ്ഞ എന്തറിയോ, നമ്മൾ ഈ വലിയ വലിയ ആൾക്കാരൊക്കെ പലജാതി സംഗതികളും പിന്നെ കമ്പ്യൂട്ടറിൽ കയറ്റി വെക്കൂലേ. ബിസിനസിന്റെ കാര്യം, കുടുംബത്തിന്റെ കാര്യം, മറ്റു രഹസ്യങ്ങൾ, അത് ഇത് ഏർപ്പാടൊക്കെ അത് ചോറിനടാ. അപ്പൊ അത് ഇല്ലാതിട്ട് ഞാനൊക്കെ കുറെ കാര്യങ്ങൾ വ്യാപാരിച്ചില്ലേ. അത് ശരി, ഇന്നത്തെ പത്രം ഇങ്ങനെ നോക്കിയാലല്ലേ മനസ്സിലാവുള്ളൂ. അതിന്റെ 4 ദിവസം മുമ്പ് നോക്കിയാൽ മനസ്സിലാവും കുട്ടി. എന്നാലേ അതെന്താ എന്റെ പ്രശ്നം തരിച്ച് നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഒരു 10-200 ചില്ലാന ആൾക്കാര് ഓലെ എവിടെ പോണ് വരുന്ന്, ഓലെ കച്ചവടം എന്താണ്, ഓലെ ലാഭം എന്താണ്, ഓലെ ആസ്തി എന്താണെന്നൊക്കെ പത്രക്കാരെ പണിയല്ലേ. പത്രക്കാരുണ്ട് ആൾക്കാര്. എന്ത് പത്രക്കാര്? നമ്മളെ പത്രക്കാര് നമ്മളെ ലൗകികമായിട്ടൊക്കെ എത്ര ഭംഗിയായിട്ട് കുളത്തിലിറക്കി സമുദായത്തിന്റെ കച്ചാളി കുത്തി നിർത്തി. ഇതല്ല ചെയ്തത്. ആ പത്രത്തിന്റെ വലിപ്പം വെച്ച് പറയണ്ട. സാധാരണക്കാരായ ജനങ്ങൾ നോട്ടപ്പുള്ളികളായി മാറുന്നിടത്തേക്കാണ് കാലം പോകുന്നത്.
മെയിലുകൾ പോലും തുരന്നഴിച്ചെടുക്കുന്നത് നമ്മെ സംരക്ഷിക്കേണ്ടുന്ന, നമ്മെ ഭരിക്കുന്നവരെന്ന് അവകാശപ്പെടുന്ന നമ്മുടെ ഭരണകൂടങ്ങളാണ്. സത്യം തുറന്നെഴുതുന്നവർക്കെതിരെ കേസുകൾ ഉണ്ടാകുന്ന കാലം. ലവ് ജിഹാദിന്റെ പേരിൽ ഭീമൻ നുണകൾ എഴുതിവിട്ടവർ പരിശുദ്ധരാകുന്ന കാലം. ചൂന്നിരുന്നു നമ്മളയാകെ കാറുന്നു, നീൽ തുറന്നും ആദാത്തേരിൽ രഹസ്യമെന്നു, ചാട്ടും ചോർത്തും നമ്മേ ജിഹാദുകളുണ്ടാക്കി നുണമോമുണ്ടാക്കി. ചൂന്നിരുന്നു നമ്മളയാകെ കാർന്നു തിന്നുന്നു, നീൽ തുറന്നും പാദാത്തേരിൽ രഹസ്യമെന്നു. നമസ്കാരം. മഴക്കാൽ മനോരമയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വർഷത്തെ സൗന്ദര്യ മത്സരത്തിൽ വിജയിയായ മിസ് പാർവതി ഓമനക്കുട്ടൻ നമ്മോടൊപ്പം കൂടെ ഉണ്ട്. അവൾക്ക് ഈ വേദി ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി എനിക്ക് ഭവതിയോട് ചോദിക്കാനുള്ളത്, ശരീര സൗന്ദര്യം ആരോഗ്യം കൊണ്ടു നടക്കുന്നതൊക്കെ ഭക്ഷണത്തിൽ നിന്നാണല്ലോ സൗന്ദര്യം. താങ്കളുടെ ഈ സൗന്ദര്യത്തിന്റെ രഹസ്യമായി ഭക്ഷണ രീതി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയുമോ എന്നൊക്കെ. രാവിലെ ഒനിയൻ, ബനിയനാണോ വിചാരിച്ച? ഒനിയൻ ഉള്ളി ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്താ ഇതെന്ന് പറഞ്ഞ് മുട്ട. ആ ശരി ആയിക്കോട്ടെ. അത് ശരിയാ. മട്ടൺ സൂപ്പ്. ആ അത് ശരിയാണ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. രാത്രിയിൽ പിന്നെ എന്ന് പറയുമ്പോ ഇന്നലത്തെ റൈസ് വാട്ടർ ഹോട്ടാക്കിയിട്ട് അതിൽ ഉപ്പിട്ടിട്ടൊക്കെ കുടിക്കും. അതായത് പഞ്ഞി കുടിച്ചോ? നമ്മളെ കൊണ്ട് ഒന്ന് പറഞ്ഞു കൊടുക്കും. ആയിക്കോട്ടെ. പിന്നെ ഒരു ചോദ്യം ചോദിച്ചോക്കട്ടെ. ഈ ഓമനക്കുട്ടൻ പാർവതി ഓമനക്കുട്ടൻ അത് ഹസ്ബൻഡിന്റെ പേരൊക്കെയാണോ? കല്യാണം കഴിച്ചു? ശരി. ബോയ്ഫ്രണ്ട്? ഞാൻ കത്ത് ഓടിയില്ല. അത് പിന്നെ എങ്ങനെയാണ് ഈ ഓമനക്കുട്ടൻ? അത് ശരി. ഇംഗ്ലീഷിൽ നിന്ന് ഈ ഒമേഡൻ എന്നുള്ളത് മലയാളത്തിൽ ട്രാൻസ്പോർട്ട് ചെയ്തപ്പോ ഓമനക്കുട്ടനായിട്ട് എനിക്കറിയത്തില്ല. ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കുന്നത്, നമ്മുടെ ഈ വളർന്നു വരുന്ന ഈ സ്ത്രീകൾക്ക്, നമ്മുടെ യുവതികൾക്ക് എന്തെങ്കിലും പ്രത്യേകമായി ഉപദേശം നൽകാനുണ്ടോ എന്നാണ്? ഈ കേരള പീപ്പിളിന്റെ ഡ്രസ്സിൽ എന്ന് പറഞ്ഞാൽ വളരെ ബോറിംഗ് ആണ്. അത് ശരി. സാരി എന്നൊക്കെ പറയുന്നില്ല. അതെ, നമ്മുടെ കേരളത്തിന്റെ സാരി ഒരു മീറ്റർ പോലെ നമുക്ക് ധരിക്കാം എന്ന് പറഞ്ഞ 1 മീറ്റർ 4 മീറ്റർ വേണ്ട. പിന്നെ തുണികളൊക്കെ പാവപ്പെട്ട രാജ്യങ്ങളൊക്കെ അയച്ചു കൊടുക്കട്ടെ, ആഫ്രിക്കയ്ക്കും അതേപോലെ. അതെനിക്ക് പറയാനുള്ളൂ. അതെ, നമ്മൾക്ക് വളരെ മാതൃകയുള്ള കാര്യങ്ങളാണ് മിസ് പാർവതി നമ്മളോട് പറഞ്ഞു തരുന്നത്. അതെ, ഇതിനോട് അവസാനമായി എനിക്ക് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ബ്യൂട്ടിയെ സംബന്ധിച്ച് ഭഗവതിയുടെ അഭിപ്രായം എന്താണ്? ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി, ക്വാളിറ്റി മീൻസ് ബ്യൂട്ടി. മനുഷ്യന്റെ സൗന്ദര്യബോധത്തെ ചൂഷണം ചെയ്ത് വിറ്റുതുലച്ച് കാശാക്കുന്ന മേനിയഴകിന്റെ ഈ മത്സര ലോകത്ത് ചോർന്നു പോകുന്നത് നമ്മുടെ സംസ്കാരവും ലജ്ജയുമാണ്. നാണം മറക്കാനുള്ള വസ്ത്രം നാണമില്ലാത്ത ഒരു ലോകത്തിന്റെ സൃഷ്ടിപ്പിലേക്ക് വഴിമാറിയിരിക്കുന്നു. മാറി മാറി വരുന്ന ഫാഷനുകൾ സഭ്യതയെ ചോദ്യം ചെയ്യുന്നു. നമ്മുടെ വസ്ത്രധാരണം ഫാഷനുകളിൽ കുരുങ്ങി ഇറുങ്ങിപ്പോകരുത്. സൗന്ദര്യബോധത്തെ വിറ്റുതുലക്കുന്നതാവരുത്. അവിടെയാണ് നാം ആർജവമുള്ളവരാകുന്നത്. കടത്തി പാറും ഗസാണേ
രസമാണ് കാറ്റത്ത് പാറും രസാണ് നാട്ടിലാകെ ഇത് ഭാഷനാണ് വീട്ടാരും നാട്ടാരും കൂടെയാണ് പാടയൂരാണ് ബജാറാണ് നമ്മുടെ നാടിന്റെ കഥയിലാണ് ദൂരം ഒരു രസാണ് കാറ്റത്ത് പാറും രസാണ് കഴിഞ്ഞ മണം ഞാൻ ചെന്നായി എന്റെ മുടി കത്തിച്ചു നോക്കിയതാണ്. എന്താ അപ്പൊ ഈ മുടി ഞാൻ എന്റെ നനീത്ത മുടിയാരോ കത്തിച്ചു അതിനിപ്പോ എന്താ പ്രശ്നം? അച്ഛ കണ്ടില്ലപ്പാ മുടിമ കെട്ടിക്ക് വീണാണ്ടല്ലേ ഇപ്പത്തെ പരിപാടികൾ മുഴുവോ ബാൻസ് കാറിലെത്ത് എന്ത് മണ്ണോണ്ടല്ലപ്പാ ഞാൻ എന്റെ മുടി വെറുതെ തീപ്പെട്ടിയോട് കത്തിച്ചു നോക്കിയാണ്. മണ്ണന്റെ വിഷയത്തിൽ പറയണ്ട. ഞാൻ കഴിഞ്ഞ ആഴ്ച റേഷൻ പിടി ചെന്നപ്പോ റേഷൻ കടക്കാരൻ എനിക്ക് വലിയൊരു കന്നാസ് കൊണ്ട് ഒത്തിരി മണ്ണാണോ ഞാൻ ചോദിച്ചാലോട് തപ്പ അത് മുള്ളെടുക്കാനാണോ കാൽമല മുള്ളെടുക്കാനേ തയ്യുള്ളൂ. ഞാനതല്ല മുടിന്റെ വിഷയ പറയുന്നത്. മുടി എന്തിനാ കത്തിച്ചേ? ചങ്ങായി മുടി കത്തിച്ചാൻ പാടില്ല. കത്തിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യന്റെ കണ്ണും മൂക്കും ഒക്കെ പോകുന്നത് ഈ വിഷയം പറഞ്ഞിട്ടില്ലേ? മുടി കത്തിയാ പിന്നെ ഓന്റെ എന്തോ കത്തുന്ന ആരോ പറഞ്ഞെന്നാണ് വർത്താനം പറയേണ്ട. ഓന്റെ കണ്ണും മൂക്കാനും എല്ലാം കത്തുന്നാ പറഞ്ഞത് മറ്റു വലിയ ആൾക്കാർ തന്നെ. ആ ഇപ്പൊ മുടിന്റെ പ്രശ്നമല്ലപ്പോ ആകപ്പാടെ. എല്ലാം ഇന്ന് കച്ചവടമാണ്. ഒരു മുടിയുടെ പേരിൽ ആഭാസനങ്ങൾ നടക്കുന്നത് സാക്ഷര സുന്ദരമായ നമ്മുടെ കേരളത്തിലാണ്. ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടിയിരിക്കുന്നു നാം. ഓരോ മതക്കാരും അവരവരുടെ വസ്തുവകകൾ പ്രതിഷ്ഠിച്ച് ആരാധനാലയങ്ങൾ നിർമ്മിച്ചു കൂട്ടണമെന്നാണോ നാം മനസ്സിലാക്കിയത്? അതല്ല, പുണ്യപുരുഷന്മാർ കാണിച്ചു തന്ന ധീരവിപ്ലവ പോരാട്ടങ്ങൾ നെഞ്ചേറ്റി ജീവിത വിജയം നേടണമെന്നോ? ആലോചിക്കുക. അടിമുടി മാറരുത്. ഒരു മുടിക്കപ്പുറം ഏറ്റെടുത്ത് നിർവഹിക്കാൻ ഒരുപാട് പ്രയത്നങ്ങൾ ഇവിടെ ഇനിയും ബാക്കിയാണ്. മുടി മുടിയോ തിരുവടി പൊടിയോ അതിനായി പൊടിയോ കളി കളിയാ ഇരു ജനകരമയക്കും പോകാനിയാ ഇന്ന് പറഞ്ഞാൽ അത് തന്നെ ശരിയായി കത്തുന്നു കത്തുന്നത് മുടി മുടിയോ ഇരു തിരുവടി പൊടിയോ അതിനായി പൊടിയോ കളി കളിയാ ഇരു ജനകരമയക്കും പോകാനിയാ. പിന്നെ എന്താണ് പച്ചക്കറിയോ ഇതെന്താ സാധനം? അത് ഇഷ്ടപ്പെട്ടി ഓലപ്പെടുത്തോ അത് എനിക്കിത് തൊഴിലെ കത്തി പറയാൻ എന്താണ് തിരിച്ചു കഴിഞ്ഞിട്ട് 3 ദിവസം തന്നെ മാപ്പിളയായിട്ട് ഇതൊക്കെ ഞാൻ പടക്കം കൊടുത്തില്ല. പറയാനോ ഇങ്ങനെ പിന്നെ മാലയിലെത്തിച്ച് മാലകളൊക്കെ പോകുമ്പോഴത്തേക്കാണ് അങ്ങനെ പറഞ്ഞൊരു കല്യാണം ൂർക്കെതിരെ മനമൊരുകി നാം പ്രാർത്ഥിക്കുക. സഹായഹസ്തങ്ങൾ വിശാലമാക്കുക. ഏതോരു ഇല്ലാ കള്ളക്കേസിൽ കൊടുത്തും ചെയ്യാത്ത